ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. വെറുതെ കണ്ടിരുന്നാൽ പോരാ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പുതിയതായിട്ടൊരു തിയേറ്റർ ഓപ്പൺ ചെയ്യുവാണ്, അല്ലെങ്കിൽ റെനോവേഷൻ കഴിഞ്ഞിട്ട് ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പ്രൊജക്ഷനും സൗണ്ടും സീറ്റും അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം അല്ലേ? അതല്ല എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ഥലം വിട്ടേക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന തിയേറ്റർ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇടിച്ചു കയറും എന്നുള്ളതിന് പ്രത്യേകിച്ച് ഇനി ഞാൻ ഉദാഹരണം ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പുതുതായിട്ട് തുറന്ന ഒരു തിയേറ്ററിനെ പിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ഏരിയയിലുള്ള മറ്റ് തിയേറ്ററുകളായിട്ട് ഈ തിയേറ്ററുകളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ഹയർ സ്പെക്ക് എടുക്കാം, അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് എടുക്കാം. എന്നിട്ട് നമുക്ക് ആ പ്രദേശത്തുള്ള മറ്റ് തിയേറ്ററുകളായിട്ട് ഈ തിയേറ്ററിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും? അപ്പം അതിനകത്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ അവസാനം പറയാം. അപ്പോൾ ഞാൻ ഇന്ന് പിക്ക് ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയോ അല്ല, നമ്മുടെ മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും അടുത്തായിട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഐസെക്സ് മറിയ തിയേറ്റർ ഉണ്ടല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറേ അധികം തിയേറ്റർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് അപ്ഡേഷൻസ് നടന്ന, അതായത് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് തിയേറ്റർ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു ഏരിയ തന്നെയായിരുന്നു മൂവാറ്റുപുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ ഇവിടുത്തെ തിയേറ്ററുകളും ഇവിടുത്തെ ഹയർ സ്പെക്കും അതുപോലെ തന്നെ അവിടുത്തെ ടിക്കറ്റ് ചാർജും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ EVM ലതാ തിയേറ്റർ ആണ്. ലതാ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ക്രിസ്റ്റിയുടെ 4K RGB ലേസ് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡോൾബി 7.1 ആണ് ഹയർ സ്പെക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് വീക്കെൻഡിൽ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് ആണേ. അപ്പോൾ അവിടെ വാങ്ങുന്ന ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 150 രൂപയാണ്. ഓക്കെ, 4K RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി 7.1ന് 150 രൂപ. ഇനി രണ്ടാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടോൺ മാളിലെ ലക്ഷ്മി സിനിമാസ്. അപ്പോൾ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബുക്ക് മൈ ഷോ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് 4K അറ്റ്മോസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ തിയേറ്ററിന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 4K RGB ലേസർ എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു തിയേറ്ററിന്റെ മുമ്പ് നമ്മുടെ പ്രൊമോ ഇമേജ് കാണിച്ച സമയത്ത് അതിനകത്ത് വിത്ത് ലേസർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു 4K RGB ലേസർ പ്രൊജക്ഷൻ ഉള്ള തിയേറ്റർ ആണെന്ന് തന്നെ അനുമാനിക്കാം. അപ്പോൾ ഈ ഒരു 4K RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസിന് ലക്ഷ്മി സിനിമാസിൽ വാങ്ങുന്ന മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 150 രൂപ മാത്രമാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തായിട്ട് ഓപ്പൺ ചെയ്ത നമ്മുടെ ഗ്രാൻഡ് സെൻട്രൽ മാളിലെ നമ്മുടെ ലാലേട്ടൻ്റെ ആശീർവാദ് സിനിപ്ലക്സ് തിയേറ്റർ ആണ്. അപ്പോൾ അവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെയും 4K RGB ലേസർ പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. അവിടെ വാങ്ങുന്ന മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 രൂപയാണ് കേട്ടോ. ഇനി അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസെക്സ് മറിയ തിയേറ്റർ തന്നെയാണ്. ഈ ഏറ്റവും അടുത്ത് റീഓപ്പൺ ചെയ്ത തിയേറ്റർ. അപ്പോൾ അവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെയും 4K ലേസർ പ്രൊജക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ആണ് വരുന്നത്. താരതമ്യേന നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള തിയേറ്ററുകളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഐസെക്സ് ആൻഡ് മറിയ തിയേറ്ററിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് വാങ്ങുന്നത്. അവിടെ വാങ്ങുന്ന വീക്കെൻഡിൽ വാങ്ങുന്ന ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ 4 തിയേറ്ററുകൾ നിങ്ങൾ കണ്ടല്ലോ, അവിടുത്തെ ഹയർ സ്പെക്ക് കണ്ടു. അപ്പോൾ ഈ ടിക്കറ്റ് ചാർജിലുള്ള അന്തരം നിങ്ങൾ കണ്ടല്ലോ, 150 തൊട്ട് 200 രൂപ വരെയാണ് ഈ ഒരു അന്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ഒരാളാണ് നിങ്ങൾ, ഈ തിയേറ്ററിലൊക്കെയാണ് നിങ്ങൾ സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു തിയേറ്റർ ഏതായിരിക്കും? ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നത്. അപ്പം നിങ്ങൾ ഈ തിയേറ്ററിലൊന്നും പോകുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്പെക്കും അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജും കേട്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഏത് തിയേറ്റർ പിക്ക് ചെയ്യും, ആ കാര്യം നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊന്ന് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കമൻസിന് വേണ്ടി വെയിറ്റിംഗ്.